ഒരു 4 മാസത്തെ ഓൺലൈൻ ക്ലാസ്സും ഒരു ക്രാഷ് കോഴ്സായിരുന്നു കൂടിയത്. ആക്ച്വലി ഞാൻ ക്രാഷ് കോഴ്സിന് വരുന്നതിന് മുമ്പ് എനിക്ക് എക്സാം ഡേറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കുറ്റബോധം തോന്നിയായിരുന്നു. കാരണം എനിക്ക് റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് സാറ് ഓരോ ടോപ്പിക്ക് പറയുമ്പം ദൈവമേ ഞാൻ കുറച്ചുകൂടെ ഓൺലൈൻ ക്ലാസ് കൂടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പം. അതുപോലെ ഒരു ക്രാഷ് കഴിഞ്ഞപ്പം എക്സാം ഡേറ്റ് എടുത്തിട്ടായിരുന്നു ഞാൻ ഓൾറെഡി ക്രാഷ് അറ്റൻഡ് ചെയ്യാനും വന്നത്. അപ്പം ഒരു ക്രാഷും കൂടെ കൂടിയില്ലെങ്കിൽ തോറ്റു പോകുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. ഇന്ന് ലാസ്റ്റ് ക്രാഷാണ്. ഈ ഒരു 3 hours ക്ലാസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇതിൻ്റെ അകത്തുനിന്ന് എന്തായാലും മസ്റ്റായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ തന്നെ ഒരു റിസർച്ചിൽ നിന്ന് ഒരു 9 ക്വസ്റ്റ്യൻ വരുമെന്ന് പറഞ്ഞതിൽ എനിക്ക് 2-3 ക്വസ്റ്റ്യൻ അതിൻ്റെ അകത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഡയറക്റ്റായിട്ട് തന്നെ. അതുപോലെ തന്നെ എൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ അന്നാണ് സാർ പ്രഷർ അൾസറിൻ്റെ ഒരു ടോപ്പിക് എടുത്തത്. എൻ്റെ MOHൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രഷർ അൾസറിൻ്റെ ഒരു ഫോട്ടോ വന്നിട്ട് അതായിരുന്നു. പിന്നെ എക്സാം എളുപ്പമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിയത്തില്ല എളുപ്പമായിരുന്നോ പാടായിരുന്നോ എന്ന്. പക്ഷേ ഞാൻ എക്സാം ഒരു 2 മണിക്കൂർ കൊണ്ട് എഴുതി കഴിഞ്ഞു ഫുള്ള്. കാരണം അത്യാവശ്യം നല്ല മാർക്കും ഉണ്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ടെൻഷനായിരുന്നു. പക്ഷേ ആൻ്റണി സാർ പൊളിയാണ്. ഞാൻ എൻ്റെ ചോദിക്കുന്ന എല്ലാവരും, അത് ഞാൻ വർക്ക് ചെയ്യുന്ന ആസ്റ്ററിലാണ്. ആസ്റ്ററിലുള്ള ഞാൻ എമർജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഇടിയിലുള്ള എല്ലാവർക്കും ഞാൻ സാറിനെ റെഫർ ചെയ്തേക്കുന്നത്. ഇവിടെ ഓൾമോസ്റ്റ് ഒരു 10-20ഓളം സ്റ്റുഡൻസ് തന്നെ അവിടെ തന്നെ സാറിന് പഠിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ അടുത്ത് വന്ന് ഉറപ്പായിട്ടും പാസ്സാവുമെന്ന്. അപ്പം ഇനി ഇന്ന് ഈ ക്രാഷ് കഴിഞ്ഞിട്ട് എക്സാം പോകുന്നവർ മസ്റ്റായിട്ടും ഇനി പുതിയതായിട്ടൊന്നും പഠിക്കാൻ നിൽക്കരുത്. സാറ് പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്.